അർജുൻ, എങ്ങനെയാണ് സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ പുത്തുമലയിൽ നടക്കുന്നത്? വിഷ്ണു, 60-ലധികം മൃതദേഹങ്ങളാണ് ഇത്തരത്തിൽ ഈ പുത്തുമലയിൽ ദഹിപ്പിക്കുന്നത് അല്ലെങ്കിൽ മറവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് അത്തരത്തിൽ കളക്ടറുടെ ഓർഡർ വരുന്നതേ ഉള്ളൂ എന്നുള്ളത് കൂടി നമുക്കൊരു സൂചന ലഭിക്കുന്നു. അത്തരത്തിൽ കളക്ടർ ഓർഡർ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ ഒരു മൃതദേഹം മറവ് ചെയ്യാനുള്ള ഒരു സാധ്യത ഒരുക്കും. മാത്രമല്ല, ഇത്തരത്തിൽ ഒരു പ്രദേശം ആദ്യം തന്നെ കണ്ടുപിടിക്കുകയായിരുന്നു. തുടർന്ന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ, അതായത് ആ പഞ്ചായത്താണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥലം ഉണ്ടെന്ന് അറിയിക്കുകയും പുത്തുമല ഭാഗത്തുള്ള പഞ്ചായത്ത് ഇത്തരത്തിലുള്ള സ്ഥലമുണ്ടെന്ന് അറിയിക്കുകയും അങ്ങനെ ആ പ്രദേശത്ത് ഇത്തരത്തിൽ മറവ് ചെയ്യാം, അതായത് മൃതദേഹങ്ങൾ മറവ് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനം എടുക്കുകയുമായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ 60-ലധികം മൃതദേഹങ്ങൾ ഈ ഒരു പ്രദേശത്ത് മറവ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്. നേരത്തെ വലിയ ഒരു ദുരന്തം നടന്ന സ്ഥലം കൂടിയാണ് പുത്തുമല എന്ന് പറയുന്നത്. പുത്തുമല ദുരന്തം, മണ്ണിടിച്ചിൽ, അതൊരിക്കലും നമ്മൾ മറക്കുവാൻ കഴിയാത്ത ഒരു കറുത്ത ഏട് തന്നെയാണ് നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ളത്. ഈ ഒരു പ്രദേശത്താണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ, 60-ലധികം മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നത്. ഈ ഒരു പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടക്കുന്നു. ഇതിന് ജില്ലാ കളക്ടർ അനുമതി നൽകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു ഉത്തരവ് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തിനാൽ തന്നെയും നിരവധി പേർ തിരിച്ചറിയപ്പെടാതെ പോയവരുണ്ടാകാം ഈ കൂട്ടത്തിൽ. അത്തരത്തിൽ ചിഹ്ന ഭിന്നമായി പോയവരുണ്ടാകാം. അവരെ ചില ശരീരഭാഗങ്ങൾ മാത്രമായി ഉള്ളവരുണ്ടാകാം. അവരെയൊക്കെ തന്നെ മറവ് ചെയ്യുന്ന ഒരു കാഴ്ചയായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുക. ആ ഒരു സാഹചര്യത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ രക്ഷാദൗത്യം, മുണ്ടക്കൈ ഭാഗത്തുള്ള രക്ഷാദൗത്യം അടക്കം ഇപ്പോൾ നിർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു താൽക്കാലികമായി ഇന്ന് നിർത്തിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. ഇത്തരത്തിൽ രക്ഷാദൗത്യം എന്നുള്ളത് ആ തെരച്ചിൽ മാത്രമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതായത് ഇവിടങ്ങളിലൊന്നും ഇനി ജീവൻ ബാക്കിയുണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതടക്കം സൈന്യം നേരത്തെ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിരുന്നു. നമ്മളും ഈ ഒരു പ്രദേശത്ത് നിന്ന് വീക്ഷിക്കുകയാണെങ്കിൽ നമുക്കും അത് മനസ്സിലാകും. അതായത് ഇത്രത്തോളം മണ്ണടിഞ്ഞു കിടക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞതാണ്, ടൺ കണക്കിന് മണ്ണാണ് ഓരോ വീടിന്റെ മുകളിലും വന്നു കിടക്കുന്നത്. അത്തരത്തിൽ വലിയ ഒരു വീടിന്റെ വലിപ്പമുള്ള അത്ര പാറക്കഷ്ണങ്ങളും അടക്കം, ഇത്തരത്തിൽ വലിയ ഒരു പാറക്കഷ്ണമടക്കം ഇങ്ങനെ വന്ന് വീണ് കിടക്കുന്ന കാഴ്ചകൾ നമ്മൾ നിരവധി തവണ പ്രേക്ഷകരെ കാണിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അടിയിൽ, അല്ലെങ്കിൽ ഈ മൺകൂനയുടെ അടിയിൽ ഒരു മനുഷ്യൻ പോയിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ ഇന്നത്തേക്ക് 6 ദിവസമാകുന്നു. ആ ഒരു 6 ദിവസങ്ങളോളം ഇത്തരത്തിൽ ഒരു മനുഷ്യൻ അതിജീവിക്കുമോ എന്നുള്ളത് സംശയമാണ്. അതുകൊണ്ട് തന്നെ ജീവന്റെ ഒരു കണിക ഉണ്ട് എന്നുള്ളത് ഇനി പ്രതീക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ ഇത്തരത്തിൽ ഇവിടെയുള്ള മൃതദേഹങ്ങൾ, ഈ പ്രദേശത്തുള്ള മൃതദേഹങ്ങൾ കണ്ടെത്തുക, അവ യഥേഷ്ടം സംസ്കരിക്കുക എന്നുള്ളതാണ് ഇനി മുൻപിലുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. അത്തരത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തി ബന്ധുക്കൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ കാണിച്ചുകൊണ്ട് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന സാഹചര്യമായിരിക്കും ഇനി നിലവിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. നിരവധി കുട്ടികളടക്കം മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നേരത്തെ തന്നെ നമ്മൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും, അതായത് ഇവരുടെയുള്ള ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നടക്കം മേപ്പാടിയിൽ നമ്മൾ പോയതാണ്. ആ ക്യാമ്പിലടക്കം വിവിധ തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് അമ്മ മരണപ്പെട്ടവരുണ്ട്.